ജോഷ് മക്ഡോവൽ എന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ബൈബിൾ എഴുതപ്പെട്ട ചരിത്രത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് 1500 വർഷം, 60 തലമുറകൾ, 40 എഴുത്തുകാർ, ജീവിതത്തിലെ വിവിധ തലങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത കാലഘട്ടങ്ങൾ, വ്യത്യസ്ത മാനസികാവസ്ഥകൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ, 3 ഭാഷകൾ. എന്നിട്ടും അവയെ ഒരുമിച്ച് കൂട്ടുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ സമ്പൂർണ്ണ യോജിപ്പുണ്ട്. There is no other book in history to even compare to the uniqueness of this continuity. ഈ തുടർച്ചയുടെ പ്രത്യേകതയുമായി താരതമ്യം ചെയ്യാൻ ചരിത്രത്തിൽ മറ്റൊരു ഗ്രന്ഥവുമില്ല. അതുകൊണ്ടാണ് എബ്രഹാം ലിങ്കൺ ഇങ്ങനെ പറഞ്ഞത്, I believe the Bible is the best gift God has ever given to man. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സമ്മാനമാണ് ബൈബിൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് തന്നിട്ടുള്ള മികച്ച സമ്മാനമായ വിശുദ്ധ വേദപുസ്തകത്തെ നമുക്കും വിശ്വസിക്കാം. അതിലെ പ്രവചനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിലെ വാഗ്ദാനങ്ങൾ സത്യമായതും അതിൻ്റേതായ സമയത്ത് പ്രവർത്തിച്ചുകൊണ്ടുമിരിക്കുന്നു. അതിലെ ഉവ്വ് എന്നും അതിലെ ഇല്ല ഇല്ല എന്നുമാണ്. അതിലെ തത്വങ്ങൾ ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ സത്യങ്ങൾ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ ആശയങ്ങൾ ജീവിതത്തിന് അർത്ഥം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലെ കൽപ്പനകൾ വിശ്വസിക്കുന്നവർ ദൈവമക്കളായിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഉപദേശങ്ങൾ അനുസരിക്കുന്നവർ നിത്യജീവങ്കിലേക്ക് പ്രവേശിച്ചു കൊണ്ടുമിരിക്കുന്നു. ആത്യന്തികമായി ബൈബിൾ എന്തിന് എഴുതപ്പെട്ടു എന്നതിന് അപ്പോസ്തലൻ മറുപടി തരുന്നത് യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് ഞാൻ അറിയേണ്ടതിന് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യം, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ബൈബിൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് തന്നതും അവനിൽ കൂടി നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനം സാധ്യമായതുമാണ്. ഈ ശ്രേഷ്ഠമായ അനുഗ്രഹം ഓരോ ദിവസവും ആസ്വദിക്കണമെങ്കിൽ പ്രാർത്ഥനയോടെ ബൈബിൾ ദിനംതോറും വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. ലോകം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, കാലങ്ങൾ മാറുന്നു, മനുഷ്യർ മാറുന്നു. മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.